ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? അപ്പൊ ദേ ചാള പീരൊതുക്കണം കേട്ടാ. അപ്പൊ ചാള ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചാള പീരൊതുക്കാന്ന്. അപ്പൊ ഇക്കയാണ് ചാള പീരൊതുക്കുന്നത് കേട്ടാ. അപ്പൊ അതിന്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിച്ചില്ല. ഇതേ നമ്മളെ ചാള പീരൊതുക്കിയത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ മുളകൊക്കെ അരച്ചിട്ട്. അപ്പൊ ഇതിന് താളിച്ചാൽ മതി. പിന്നെ മീൻ ഫ്രൈയും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ അതെ ആദ്യം കറി താളിക്കാം. അപ്പൊ വയറ് നിറച്ച് നമുക്ക് മീൻകറി ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് കഴിക്കാം അല്ലേ? എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. കുറെ ദിവസം മീൻ വാങ്ങിച്ചിട്ട്, അപ്പൊ മീൻ വാങ്ങിച്ചപ്പോ തേങ്ങ മുളക് അരച്ചൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടം. മുളക് ചാറ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ അത് കറി താളിച്ചൊഴിക്കട്ടെ. അപ്പൊ ഒരു കാര്യം മിക്ക മറന്നുപോയിട്ടാ, വേപ്പിന്റെ ഇല ഇടാൻ മറന്നുപോയി. പിന്നെ താളിച്ചതിന് ശേഷം കുറച്ച് വേപ്പിന്റെ ഇല ഇട്ട്. വേപ്പിന്റെ ഇല ഇല്ലേ പിന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ വേപ്പിന്റെ ഇല കുറച്ചിട്ടു. എന്നിട്ട് മീൻ വറക്കട്ടെ. വേറൊരു മീനാണ് വറക്കുന്നത് കേട്ടോ. അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, നിറച്ച് മുള്ളാണ്. അപ്പൊ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ മുള്ള് കടിക്കും. എനിക്കാണെങ്കിൽ മുള്ള് കടിക്കണം, എനിക്ക് അങ്ങനെ മുള്ള് കടിച്ചെന്നാണ് എനിക്ക് ഇഷ്ടമല്ല. നല്ലോണം മൊരിയിക്കണതാണ് എനിക്കിഷ്ടം. ഞാനിത് നല്ലോണം മൊരിയിച്ചെടുക്കട്ടെ. ഇതാണ് മീന്. അപ്പൊ ദേ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണ, നല്ല നെയ്യുള്ള മീനായിരുന്നു. അപ്പൊ ആ നെയ്യും വെളിച്ചെണ്ണയും കൂടി കൂടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതില് കുറച്ച് ചോറിട്ടിട്ട് കഴിക്കാലാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ചോറ് കഴിക്കാൻ നേരമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ വെറുതെ ചൂടുള്ള ചോറാണല്ലോ. അപ്പൊ അത് ഇതിലിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കഴിക്കണോന്ന് വിചാരിക്കൂട്ടാ, പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ ഏതായാലും പൊരിച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണേ. ഇപ്പോഴും കഴിക്കുന്നുണ്ടാവും കേട്ടോ ചിലവരൊക്കെ. അപ്പൊ ഞാനിതൊന്ന് ഒഴിച്ച് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ കുറെ നല്ല പഴയ ഓർമ്മകളൊക്കെ ഉണ്ടല്ലേ. നമ്മ അമ്മിയിലിട്ട് ചമ്മന്തി അരച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കി കഴിക്കണത്. അധികം ചോറിടില്ല, അതേപോലെ കുറച്ച് ചോറിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ കഴിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ ഞാനിത് കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇക്ക വരാന്ന് പറഞ്ഞ കേട്ടോ. കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുള്ളൂ. അപ്പൊ അതൊന്നും മേടിക്കാല്ലാന്ന് വിചാരിച്ച്. അപ്പൊ ഇക്ക വന്നപ്പോ രാത്രിയായി. ഞാൻ പറഞ്ഞ സാരില്ല, എന്നാ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കണേണ്. മോനിക്ക് പീനട്ട് ബട്ടറൊക്കെ തീർന്നിരിക്കണാണ്. അപ്പൊ അതൊക്കെ മേടിക്കണം. പേസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളൂ. അപ്പൊ അതൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കണാണ്. അപ്പൊ അതൊക്കെ ഞാൻ മേടിക്കട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലുണ്ട് ട്ടോ. അപ്പൊ അവിടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് പൊറോട്ട വേണമെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, മോനിക്ക് ഇപ്പൊ പൊറോട്ട ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ നമ്മ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറെ കുറച്ച് പഴമൊക്കെ മേടിക്കാണ്ടായത്, കുറച്ച് ഇങ്ങോട്ട് നീങ്ങണം. അപ്പൊ വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് നടന്നു കേട്ടാ. അപ്പൊ നൈറ്റ് ഇതേപോലെ ഇങ്ങനെ നടക്കുമ്പോ നല്ലൊരു വൈബാണ്. അപ്പൊ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് നേരെ വീട്ടിലേക്ക് തന്നെയാണ്. പിന്നെ വീട്ടിലാക്കിയിട്ട് ഇക്കാക്ക് പിന്നെ ഓട്ടോ ഇടാൻ വേണ്ടി വന്നം. പച്ചക്കറിന്റെ ഓട്ടോ ഒക്കെ ഉണ്ട്, പച്ചക്കറി കടയിലെ ഓട്ടോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഇക്ക വരുള്ളൂ. അപ്പൊ ഞാൻ അതേ വീട്ടിലെത്തി. അപ്പൊ അതെ മോൻ വന്നിട്ടുണ്ടായില്ല കേട്ടോ നമ്മളെ കൂടി. അവനക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതെ അവൻ ക്ലാസ് കാണുമായിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.